ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ത്യൻ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യകാല ഇന്ത്യ ചരിത്രത്തിലേക്കായി പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിസ്റ്ററിയിൽ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളും കൂടി അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതലെങ്കിലും നിങ്ങൾ കാണണം. കേരള ചരിത്രം നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ അവൈലബിൾ ആണ് നമ്മളുടെ ചാനലിൽ. അപ്പോൾ അത് 1 by 1 ആയിട്ട് റാൻഡമായിട്ട് എടുത്ത് കാണാതിരിക്കും, 1 by 1 ആയിട്ട് എടുത്ത് കാണാം. അപ്പോൾ നിങ്ങൾക്കത് ഹിസ്റ്ററി ആയതുകൊണ്ട് കാലഗണനയ്ക്ക് അനുസരിച്ച് ഒരു ക്രോണോളജിക്ക് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഓർത്തിരിക്കാനോ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ഇടണം. പലരും പറയുന്നത് ഞാൻ പ്രാവർത്തികമായിട്ട് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 ഓഫ് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലേക്ക് നമുക്ക് പോവാം. മധ്യകാല ഇന്ത്യ ചരിത്രം മുതൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടിയും നമ്മൾ പുരാതന ഇന്ത്യ ചരിത്രം പോലെയല്ല, കുറച്ചും കൂടിയും ശ്രദ്ധയോടുകൂടെ ഒക്കെ ഇരിക്കാനും ഈ സ്ക്രീനിൽ കാണുന്ന പോയിന്റ്സ് ഒരു 2-3 വട്ടം മനസ്സിരുത്ത് വായിക്കാനും പല വട്ടം റിവൈസ് ചെയ്യാതാലൊക്കെയാണ് നമുക്കിന്ന് PSCയുടെ എന്താ പറയുക അവരുടെ ഇത്രയും ബൃഹത്തായിട്ടുള്ള പോർഷൻ കവർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് പലപ്പോഴും ഗ്രാമർ നമുക്ക് പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ HSA PSC പഠിക്കുന്ന കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇംഗ്ലീഷ് ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അത് അവൈലബിൾ ആണ്, നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതിൽ കഴിഞ്ഞ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതിൽ കൂടുതലൊക്കെ നമുക്ക് ഗ്രാമറിൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനകത്തുണ്ട്. അതിൽ കൂടുതൽ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇനി സമയമൊന്നും കളയണ്ട, നമുക്ക് പാർട്ട് 2 ആരംഭിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലക്സാണ്ടറിൻ്റെ ആക്രമണം, സിന്ധ് ആക്രമണം, അതുപോലെ മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറിയുടെ ആക്രമണങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചു. ഇനി നമുക്ക് തുടങ്ങാൻ പോകുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡൽഹിയിലെ സുൽത്താൻ ഭരണം. ഇവിടെ മുതൽ നമ്മൾ ഇന്ത്യൻ ചരിത്രം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഡൽഹിയിലെ സുൽത്താൻ ഭരണം. ഇന്ത്യൻ ചരിത്രത്തിൽ AD 1206 മുതൽ AD 1526 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം ഓർത്തിരിക്കുക കേട്ടോ. AD 1206 മുതൽ AD 1526 വരെയുള്ള കാലഘട്ടമാണ് സുൽത്താൻ ഭരണകാലം എന്നറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1526 മുതൽ അപ്പുറത്തേക്ക് എന്താണ്? മുഗൾ വംശമാണ്. ഓക്കെ, 1206 മുതൽ 1576 വരെയുള്ള കാലഘട്ടമാണ് സുൽത്താൻ ഭരണം. പല വംശങ്ങളുണ്ട് സുൽത്താൻ ഭരണത്തിൽ. അത് നമുക്ക് പലതായിട്ട് ഇനി പോകെ ക്ലാസ്സുകളിൽ കാണാം. ഈ കാലഘട്ടത്തിൽ 5 രാജവംശങ്ങൾ ഡൽഹി ഭരിച്ചിട്ടുണ്ട്. ഈ 5 രാജവംശങ്ങളും ചേർന്നതാണ് സുൽത്താനേറ്റ് ഭരണം കേട്ടോ. അടിമ വംശം, ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം, കാരണം ഇത് ചോദിച്ചിട്ടുണ്ട് ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത് കേട്ടോ. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സെയ്ദ് വംശം, ലോധി വംശം. അടിമ വംശം, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ഇതേ ഓർഡറിലാണ് പഠിക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ അടിമവംശം AD 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടമാണ്. 1206 മുതൽ 1290 വരെ. AD 1000 ഉണ്ട് കേട്ടോ ഇവിടെ. 1126 എന്ത് സംഭവിച്ചു? 1206 നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ വോയിസ് ടൈപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ അവിടെ 0 വരില്ല. 1206 എന്ത് സംഭവിക്കുന്നു? കുത്തബ്ദീൻ ഐബക്ക് അടിമവംശം സ്ഥാപിച്ചു. അപ്പോൾ അടിമവംശം സ്ഥാപിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. ഈ വംശത്തിലെ മിക്കവാറും എല്ലാ രാജാക്കന്മാരും ഒന്നുകിൽ അടിമകളോ അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങളോ ആയിരുന്നു. ഓക്കെ, കുത്തബ്ദീൻ 1206. ഓക്കെ, 206. കുത്തബ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. നോക്ക്, മുഹമ്മദ് ഗോറിയാണ് മുസ്ലിം രാജവംശം എവിടെ സ്ഥാപിച്ചത്? നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഈ മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു ആര്? കുത്തബ്ദീൻ ഐബക്ക്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രബലനായി. അതൊരു
രാജവംശമായിട്ട് അങ്ങ് സ്ഥാപിച്ച് പിന്നീട് സുൽത്താൻ ഭരണം ആര് തുടങ്ങുന്നു? അടിമ വംശമാണ് തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? അടിമയെന്ന് മാറി ജനറലായിട്ട് മാറി. മുഹമ്മദ് ഘോറി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായി കുത്തബ്ദീനെ ഡൽഹിയിലെ വൈസ്രോയ് ആക്കി മാറ്റി. അതായത് അവിടുത്തെ രാജാവാക്കല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. നമുക്കിപ്പം ഈ എന്താ പറയുക, നമ്മളുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇവിടെയുള്ള ഗവർണർ ജനറൽ ആരായിട്ട് മാറി? വൈസ്രോയായി മാറിയല്ലോ. അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്നൊക്കെ പറയുന്നത് ആരാണ്? യൂറോപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടനിലിരിക്കുന്ന രാജ്ഞിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഇന്ത്യ ഭരിക്കുന്ന വ്യക്തിയാണ്. അല്ലാണ്ട് അദ്ദേഹം രാജാവല്ല. അദ്ദേഹമല്ല രാജാവ്. അപ്പോൾ പക്ഷെ രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഘോറി അഫ്ഗാനിസ്ഥാനിലേക്ക് ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്തു? കുത്തബ്ദീനെ ഡൽഹിയിലെ വൈസ്രോയി ആക്കി മാറ്റി. അതുകൊണ്ട് കുത്തബ്ദീൻ ഡൽഹിയിലെ ഒന്നാമത്തെ സുൽത്താൻ. അപ്പം സ്വയം അങ്ങോട്ട് സുൽത്താനായിട്ട് അങ്ങോട്ട് പിന്നെ അവരോധിക്കുകയാണ്. ഡൽഹിയിലെ സുൽത്താനായിട്ട് ഒന്നാമത്തെ സുൽത്താനായിട്ട് ആര് മാറാണ്? കുത്തബ്ദീൻ ഐബക്ക് മാറാണ്. കുത്തബ്ദീൻ്റെ പിൻഗാമിയായ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഇൽത്തുമിഷ് ആയിരുന്നു. അപ്പോൾ കുത്തബ്ദീൻ്റെ അടിമയായിരുന്നു ഇൽത്തുമിഷ്. ഓക്കെ, കുത്തബ്ദീൻ ഐബക്കിൻ്റെ അടിമയായിരുന്നു ഇൽത്തുമിഷ്. അദ്ദേഹം എന്താണ്? കുത്തബ്ദീൻ്റെ മകളുടെ ഭർത്താവാണ്. അപ്പോൾ കുത്തബ്ദീൻ കഴിഞ്ഞപ്പോൾ നാച്ചുറലി ആരായിട്ട് വന്നു? ഇൽത്തുമിഷ് തന്നെ രണ്ടാമത്തെ രാജാവായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ സുൽത്താനായിട്ട് വരികയുണ്ടായി. ഓക്കെ, അടുത്തേക്ക് പോവാം. സുൽത്താൻ ഭരണത്തിന് ചെങ്കിസ് ഖാൻ ഒരു ഭീഷണിയായിരുന്നു. അപ്പോൾ സുൽത്താൻ ഭരണത്തിന് ഭീഷണിയായിട്ട് നിന്ന ആളാണ് ചെങ്കിസ് ഖാൻ. എങ്കിലും ഇൽത്തുമിഷ് തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കുന്നതിൽ വിജയിക്കുന്നുണ്ട്. അദ്ദേഹം കലയും ശില്പവിദ്യയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. പ്രസിദ്ധമായി കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. അപ്പോൾ കുത്തബ്ദീൻ ഐബക്കിൻ്റെ കാലഘട്ടത്തിലാണ് കുത്തബ് മീനാർ എന്ന് പറയുന്ന സംഭവം പണി തുടങ്ങിയത്. പക്ഷെ അത് പൂർത്തിയാക്കിയത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിന്. അതിൻ്റെ അർത്ഥം എന്താണ്? സമാധാനപരമായ ഒരു കാലഘട്ടം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൽത്തുമിഷിൻ്റെ പുത്രിയായ റസിയ AD 1236 അധികാരത്തിൽ വന്നു. ഡൽഹി സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ട ഏക രാജ്ഞിയായിരുന്നു റസിയ. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഒരു സ്ത്രീ രാജ്യം ഭരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ രാജ്ഞി ധീരയും കഴിവുറ്റ ഭരണകർത്താവുമായിരുന്നു. എന്നാൽ സുൽത്താന റസിയ വെറും 3 വർഷമേ രാജഭരണം നടത്തിയുള്ളൂ. അപ്പോൾ ആ 3 വർഷം തന്നെ നടത്തിയിരുന്നെങ്കിൽ അന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനൊക്കെ ആ സ്ത്രീ ഭരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പോലും റസിയയ്ക്ക് ഭരിക്കാൻ കഴിയണമെങ്കിൽ അവർ വളരെ ധീരയും കഴിവുറ്റ ഒരു ഭരണകർത്താവും ആയിരുന്നിരിക്കണം, അല്ലേ? അടിമവംശത്തിലെ ഏറ്റവും കഴിവുള്ള ഭരണാധികാരി ബാൽബൻ ആയിരുന്നു. കുഴപ്പങ്ങൾ സൃഷ്ടിച്ചവരെ അദ്ദേഹം വളരെ ധീരമായി തന്നെ നേരിട്ടു. ഉത്തരഭാഗം അതായത് നമ്മുടെ നോർത്ത് സൈഡിൽ നിന്നും സുൽത്താൻ ഭരണം എന്ന് പറയുന്നത് നോർത്ത് ഭാഗമാണല്ലോ, ഇന്ത്യയുടെ നോർത്ത് ഭാഗമാണ്. അവരുടെ നോർത്ത് ഭാഗം ഏതാണ്? മംഗോളിയരാണ്. അപ്പോൾ ഈ നോർത്ത് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഉത്തരഭാഗത്തു നിന്നുണ്ടായ മംഗോളിയരുടെ ആക്രമണത്തെ അദ്ദേഹം ധീരമായി തന്നെ ചെറുക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ പ്രാദേശിക ഭരണാധികാരികളും അദ്ദേഹത്തെ അനുസരിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വളരെ നന്നായിട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പല പല രാജാക്കന്മാർ, അപ്പോൾ അവരുടെ ഒരു സൈനിക ബലം കണ്ടും അദ്ദേഹം വളരെ ധീരമായി എല്ലാവരെയും നേരിടുന്നതൊക്കെ കണ്ടിട്ടായിരിക്കണം എല്ലാവരും അദ്ദേഹത്തെ പ്രാദേശിക കൊച്ചു കൊച്ചു രാജഭരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അനുസരിക്കാൻ തുടങ്ങി. ശക്തമായ പ്രമാണികൾക്ക് അദ്ദേഹത്തിനായി എതിരായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം ഭരണത്തിലും സൈന്യത്തിലും നിയന്ത്രണ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ പ്രബലനായിട്ടുള്ള ആരാണ്? ഈ പറയുന്ന ആള് ബൽബനാണ് കേട്ടോ. ബൽബൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രബലനായിട്ടുള്ള രാജാവായിട്ട് ഉയർന്നു വരികയാണ്. അടിമവംശ സ്ഥാപകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാഖ് ബക്ഷ, ലക്ഷം ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. ലഖ് ബക്ഷ, ലക്ഷം ദാനം ചെയ്യുന്നവർ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ കുത്തബ്ദീൻ ഐബക്കാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരമായ കുവത്ത് ഉൽ ഇസ്ലാം മോസ്കിൻ്റെ നിർമ്മാതാവായിരുന്നു ആര്യ? കുത്തബ്ദീൻ ഐബക്ക്. അദ്ദേഹം പോയി നിർമ്മിച്ചൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൽ അത് നിർമ്മിച്ചു. ഓക്കെ, ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരം ഏതാണ്? കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക്. അത് നിർമ്മിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. അജ്മീറിൽ അർഹായ് ദിൻക ജോൺ പര പണി കഴിപ്പിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. അജ്മീറിൽ അർഹായി ദിൻക ജോൺ പര എന്ന് പറയുന്ന ഒരു സംഭവം, അത് പണി കഴിപ്പിച്ചതും കുത്തബ്ദീൻ ഐബക്കാണ്. കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരായിരുന്നു? അത് കഴിഞ്ഞിട്ട് ആരാ വന്നത്? നമ്മൾ ഇപ്പോൾ പഠിച്ചതാണല്ലോ. അതിട്ട് വന്ന ഇൽത്തുമിഷാണ് അത് ചെയ്തത്. ഓക്കെ, ഇനി നോക്ക്, കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തിയാക്കിയത്
1231-32 കാലഘട്ടത്തിലാണ്. ആരുടെ പേരുമായാണ് കുത്തബ് മിനാറിന് ബന്ധം? ബാഗ്ദാദിന് സമീപമുള്ള ഉഷ് സ്വദേശിയായ ഖ്വാജ കുത്തബ്ദീൻ. അപ്പോൾ ഈ കുത്തബ് മിനാറിന് കുത്തബ്ദീൻ ഐബക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പേരിൽ കുത്തബ്ദീൻ ഐബക്കുമായിട്ടല്ല അതിന് ബന്ധം. ബാഗ്ദാദിന് സമീപത്തുള്ള ഉഷ് പ്രദേശിയായ ഖ്വാജ കുത്തബ്ദീൻ എന്ന വ്യക്തിയായിട്ടാണ്. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം കുറച്ചു കാലത്തേക്ക് പിൻഗാമിയായത് ആരം ഷായാണ്. എന്നാൽ മെയിനായിട്ടുള്ള ഭരണാധികാരി പിൻഗാമി ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. ആരം ഷായെ തോൽപ്പിച്ച് ഡൽഹി സുൽത്താനായത് ഇൽത്തുമിഷ് ആണ്. ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കിയ സുൽത്താൻ ഇൽത്തുമിഷ് ആണ്. അപ്പോൾ ലാഹോറായിരുന്നു ആര്യ ഭരിക്കുമ്പോൾ നമ്മളുടെ ആരം ഷായും അതുപോലെ തന്നെ അതിക്ക് മുന്നുണ്ടായിരുന്ന കുത്തബ്ദീൻ ഐബക്കും ഒക്കെ ഭരിച്ചപ്പോൾ ഡൽഹി ആയിരുന്നില്ല തലസ്ഥാനം, ലാഹോറായിരുന്നു. ഡൽഹി തലസ്ഥാനമാക്കിയ സുൽത്താൻ ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയം തങ്ക. അപ്പോൾ തങ്കം സ്വർണ്ണമല്ല, എന്നാൽ അതൊരു വെള്ളി നാണയമാണ്. ഇൽത്തുമിഷ് പ്രചരിച്ച ചെമ്പ് നാണയം ജിത്തൽ ഓർത്ത് വെച്ചേക്കുക. ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച ചെമ്പ് നാണയമാണ് ജിത്തൽ. ഇൽത്തുമിഷ് തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റസിയയാണ്. മകളായിട്ടുള്ള റസിയാണ്. റസിയ സുൽത്താന വധിക്കപ്പെട്ട വർഷം 1200. അപ്പോൾ അവർ റസിയ സുൽത്താന വധിക്കപ്പെടുകയാണ് ചെയ്തത്. ആർക്കും അവരുടെ ഒരു സ്ത്രീ അധികാരത്തിലിരിക്കുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ. അവരെത്ര ധീരയായാലും കഴിവുറ്റതായാലും അത് പറ്റില്ലല്ലോ. അപ്പോൾ അവർ വധിക്കപ്പെട്ടു 1240. ഇൽത്തുമിഷിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രഭുക്കന്മാർ അവരോധിച്ച ഇൽത്തുമിഷിൻ്റെ മൂത്ത പുത്രനായിരുന്നു റുക്നുദ്ദീൻ ഫിറോസ്. എന്നാൽ ഇൽത്തുമിഷിന് അറിയാം ഈ ഫിറോസിന് അദ്ദേഹം ഭരിക്കാനുള്ള കഴിവൊന്നുമില്ല. എന്നാൽ ഇൽത്തുമിഷ് തിരഞ്ഞെടുത്തത് റസിയയെ ആണ്. അടിമ വംശത്തിലെ സുൽത്താൻമാരിൽ ഏറ്റവും മഹാനായി കരുതപ്പെടുന്നത് ഇൽത്തുമിഷാണ്. അടിമ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മഹാനായ സുൽത്താൻ ഇൽത്തുമിഷാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വർണ്ണിക്കപ്പെട്ട സുൽത്താനാണ് ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെട്ട സുൽത്താനേറ്റ് രാജാവ് ആരാണ്, അല്ലെങ്കിൽ സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷാണ്. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നാണ്. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ. അപ്പോൾ അതായത് ഈ അടിമവംശത്തിന് ഭീഷണിയായിട്ട് നിന്നിരുന്ന ഒരാളാണ് ചെങ്കിസ് ഖാൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തെമുജിനാണ്. സുൽത്താന റസിയ അമിതമായ ദാക്ഷിണ്യം കാണിച്ച അബിസീനിയൻ അടിമയാണ് ജലാലുദ്ദീൻ യാക്കൂത്ത്. അപ്പോൾ സുൽത്താന റസിയ അമിതമായൊരു ദാക്ഷിണ്യം, അതായത് കരുണ, അനുകമ്പ ഒക്കെ കാണിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഒരു അബിസിനിയൻ അടിമയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ജലാലുദ്ദീൻ യാക്കൂത്ത്. സുൽത്താന റസിയയെ വിവാഹം കഴിച്ചത് അൽത്തൂനിയ ആണ്. ബൽബന്റെ യഥാർത്ഥ പേര് ഉല്ലുഖ ഖാൻ എന്നാണ്. ചെൽസ എന്ന 40 അംഗ മതമേധാവികളുടെ സംഘത്തെ അമർച്ച ചെയ്തത് ബൽബൻ ആണ്. ചെൽസ എന്ന 40 അംഗ മതമേധാവികൾ, അതായത് ഈ മതത്തെ പറ്റി പറയുകയും അതനുസരിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു, ഞങ്ങളാണ് വലുത് അല്ലാണ്ട് രാജാവല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ ആൾക്കാരെ അമർച്ച ചെയ്ത ആളാണ് ബൽബന്റെ ശവകുടീരം എവിടെയാണ്? ഡൽഹിയിലെ മെഹ്ളൗറയിൽ ആണ്. ഡൽഹിയിലെ മെഹ്റൗളിയിലാണ് ബൽബന്റെ ശവകുടീരം. ആർക്കു ശേഷമാണ് ബൽബൻ ഡൽഹി സുൽത്താനായത്? നസ്രുദ്ദീൻ മഹമൂദിന് ശേഷമാണ് ബൽബൻ ഡൽഹി സുൽത്താൻ ആയത്. നസ്രുദ്ദീൻ മഹമൂദ്. അവസാനത്തെ അടിമ സുൽത്താൻ ഖൈഖുബാദ് ആണ്. അവസാനത്തെ അടിമ സുൽത്താൻ ആരാണ്? ഖൈഖുബാദ്. ഏതു രാജവംശമായിരുന്നു അടിമ സുൽത്താൻമാർ? തുർക്കിയിൽ നിന്ന് വന്ന ആളുകളാണ് ഈ അടിമ സുൽത്താൻമാർ കേട്ടോ. അടിമ വംശത്തിൻ്റെ മറ്റൊരു പേരാണ് ഇൽബാരി വംശം. അടിമ വംശത്തിൻ്റെ മറ്റൊരു പേര് ഇൽബാരി വംശം. മേമലൂക്ക് സുൽത്താൻമാർ എന്ന് വിളിക്കപ്പെടുന്നത് ഏത് വംശത്തിലെ ഭരണാധികാരികളെയാണ്? അടിമ വംശം. അപ്പം മേമലൂക്ക് സുൽത്താൻമാർ എന്നറിയപ്പെടുന്നതും ഏത് ഭരണാധികാരികളാണ്? അടിമവംശത്തിലെ ഭരണാധികാരികളാണ് മേമലൂക്ക് സുൽത്താൻമാർ എന്നറിയപ്പെടുന്നത്. അടിമവംശത്തിൻ്റെ ഭരണകാലം 1206 മുതൽ 1290 വരെ ആണ്. ഓക്കെ, ഇനി ഒരു സ്ലൈഡും കൂടി ഉള്ളൂ ഇന്നത്തെ ഈ ക്ലാസ്സിൽ. സാരംഗി എന്ന സംഗീതോപകരണം ഇന്ത്യയിൽ കൊണ്ടുവന്നത് തുർക്കികളാണ്. അപ്പോൾ ഈ തുർക്കിയിൽ നിന്ന് വന്നവരാണ് അടിമ വംശത്തിൻ്റെ സുൽത്താൻമാർ കേട്ടോ. സാരംഗി എന്ന സംഗീതോപകരണം കൊണ്ടുവന്നത് ആരാണ്? തുർക്കികളാണ്. അടിമവംശത്തിലെ അവസാന ശക്തനായ ഭരണാധികാരി ബൽബൻ ആണ്. കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം തുടങ്ങി വെച്ചത് കുത്തുബ്ദീൻ ഐബക്കും പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷും. നമ്മൾ പറഞ്ഞത് തന്നെയാണ്.
1210 AD 1210 പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്തു നിന്ന് വീണാണ് ഐബക്ക് മരണമടഞ്ഞത്. കുത്തുബ്ദീൻ ഐബക്ക് മരിക്കുന്നത് ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളുടെ ആക്രമണത്തിലോ ഒന്നുമല്ല, മറിച്ച് 1210 പോളോ കളിക്കുന്നതിനിടയിൽ അദ്ദേഹം, പോളോ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്തിരുന്ന് കളിക്കുന്ന ഒരു തരം ഹോക്കി പോലത്തെ ഒരു സംഭവമാണ്, അത് കളിക്കുന്നതിനിടയിൽ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണാണ് കുത്തുബ്ദീൻ ഐബക്ക് മരിക്കുന്നത്. ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ് ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ നാമം. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ മുഴുവൻ പേരെന്താണ്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ് മംഗോളിയൻ രാജാവ് ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ് മംഗോളിയൻ രാജാവ് ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്നത്. പേർഷ്യൻ ആണ് സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ. അപ്പോൾ സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ എന്താണ്? പേർഷ്യൻ. ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവായിരുന്നു ഗിയാസുദ്ദീൻ ബൽബൻ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിരൂപം, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ആളെ അയച്ചിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവായിരുന്നു ഗിയാസുദ്ദീൻ ബൽബൻ. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച സുൽത്താനാണ് ബൽബൻ. അതായത് ബൽബൻ നിണം എന്ന് പറഞ്ഞാൽ എന്താ? ചോര ഒഴുക്കുക, അതായത് ആക്രമിക്കുക. നമ്മൾ ആക്രമിക്കാൻ വന്ന ആൾക്കാർ ഒരു ദാക്ഷിണ്യമില്ലാതെ ആക്രമിക്കുക. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബലം, ശക്തി. ഓക്കെ, ഇത് ഈ നയം സ്വീകരിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? ബൽബൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൻ്റെ പാർട്ട് 2 ആണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതൽ പോയിന്റ്സ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണം, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എല്ലാം വായിച്ചു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്യുക. നമ്മളുടെ ഇതുവരെയുള്ള ഈ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.